വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത കെ വിദ്യ അഗളി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. വിദ്യയെ 11 മണിയോടെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി കോഴിക്കോട് മേപ്പയൂരിൽ നിന്നാണ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത്. വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു. റിയാസ്, ഇന്ന് വിദ്യയെ 11 മണിയോടുകൂടെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ചല, വിധിയെ ഇന്ന് 11 മണിയോടെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കുക. അതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന അഗളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡോക്ടറെ എത്തിച്ചുകൊണ്ട് വിധിയുടെ വൈദ്യപരിശോധന പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യവും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. വിധിയെ ഇപ്പോഴും ഇടവേളകളിൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതി അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നാണ് വിദ്യ പറയുന്നത്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയാണ് ഇതിന് പിറകിലെന്ന വിദ്യ പോലീസിന് നൽകിയ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വിദ്യയുടെ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. അതേസമയം തന്നെ വിദ്യയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട്. വിദ്യ തയ്യാറാക്കിയ വ്യാജരേഖയുടെ ഉറവിടമാണ് പോലീസ് പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദ്യ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നത് പോലീസ് നോക്കുകയാണ്. അതേസമയം ഇക്കാര്യങ്ങളിലുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടത് പോലീസിന് മുന്നിൽ ദുർഘടമായിരിക്കും. കാരണം 15 ദിവസത്തിലധികം വിദ്യ ഒളിവിലായിരുന്നു. 16ാം നാളിലാണ് വിദ്യയെ കോഴിക്കോട് മേപ്പയൂരിലെ കുട്ടോത്ത് വെച്ച് പിടികൂടാൻ പോലീസിന് സാധിച്ചത്. അതായത് ഒരു പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ആവശ്യമായ സമയത്തിലധികം ഇക്കാര്യത്തിൽ വിദ്യക്ക് ലഭിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും വിദ്യയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അത് ഒരു 11 മണി എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ 1-2 മണിക്കൂർ അങ്ങോട്ട് മാറാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ പോലീസ് സൂചനയും നൽകുന്നുണ്ട്. ആൻസനെ, ഒപ്പം തന്നെ വിദ്യ പ്രധാനമായും ഇപ്പോൾ മൊഴി നൽകിയപ്പോൾ ആരോപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു വ്യാജ കേസ് കെട്ടിച്ചമച്ചതെന്നാണ്. ഇത്തരത്തിൽ വ്യക്തമായ തെളിവുകൾ മുൻപിലുണ്ടായിട്ടും ഇത്തരത്തിലുള്ള വിദ്യയുടെ മൊഴികൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? എന്തായാലും വിദ്യയുടെ മൊഴി പോലീസ് അത്ര മുഖവിലേക്ക് എടുത്തിട്ടില്ല. അഗളി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിദ്യയുടെ തട്ടിപ്പ് പുറത്തു വരുന്നത് ഈ ജൂൺ 2-നാണ്. പാലക്കാട് അട്ടപ്പാടി RGM ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഇന്റർവ്യൂവിന് കെ വിദ്യ 2 പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അന്നാണ് ഹാജരാക്കിയത്. തുടർന്ന് ജൂൺ 6-നാണ് കെ വിദ്യക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് എറണാകുളം പോലീസ് ആ കേസ് അഗളി പോലീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതേ വിഷയത്തിൽ തന്നെ ജൂൺ 9-നാണ്, അതായത് പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് വിദ്യക്കെതിരെ അട്ടപ്പാടി RGM ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം. അതായത് വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യയുടെ വാദത്തിൽ കഴമ്പില്ല എന്ന ഒരു വിവരമാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചാലും നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ കൂടിയും വിദ്യക്ക് ഈ സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ പോലീസ് അന്വേഷണ വിധേയമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിദ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കാരണം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനായി വിദ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യ ഇത്തരത്തിലുള്ള രേഖകൾ നൽകിക്കൊണ്ടാണ് അധ്യാപികയെ ജോലിയിൽ പ്രവേശിച്ചിരുന്നത് എന്നൊരു വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നീലേശ്വരം പോലീസും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ആ ഒരു കേസിലും വിദ്യയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നീലേശ്വരം പോലീസും വിദ്യയെ ആ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിന്റെ 2 രീതിയിലുള്ള അന്വേഷണമാണ് ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻസല, ശരി, വ്യക്തമാണ് റിയാസ് കെ മാർ.